നിക്ഷേപം നടത്തുമ്പോൾ ഏറ്റവും കുറഞ്ഞ മുതൽ മുടക്കിൽ പരമാവധി നേട്ടം എങ്ങനെ നേടാം എന്നാണ് നമ്മൾ ചിന്തിക്കാറുള്ളത് അല്ലേ? പ്രത്യേകിച്ചും എത്ര നേരത്തെ കിട്ടുമോ അത്രയും നല്ലത്. അങ്ങനെയെങ്കിൽ അത്തരം മാസ്മരിക നേട്ടം പ്രതീക്ഷിക്കുന്നവർക്ക് പരിഗണിക്കാവുന്ന ഒരു സ്മോൾ ക്യാപ്പ് ഓഹരിയുണ്ട്. വെറും 5 വർഷം കൊണ്ട് 20,483% നേട്ടം നൽകിയ ഒരു ഓഹരി. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇനി പൈസ കണക്കിൽ മനസ്സിലാക്കണമെങ്കിൽ 1 ലക്ഷം രൂപയുടെ നിക്ഷേപം 5 വർഷങ്ങൾക്ക് മുൻപ് നടത്തിയിരുന്നെങ്കിൽ 2 കോടി രൂപയായി മാറുമായിരുന്നെന്ന് ചുരുക്കം. നമ്മൾ മലയാളികൾക്കിടയിൽ ഈ കമ്പനിയെക്കുറിച്ചോ ഓഹരിയെക്കുറിച്ചോ വലിയ ധാരണയില്ലാത്തതിന് കാരണമുണ്ട്. ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണിത്. കമ്പനിയെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ മനസ്സിലാക്കാം. വെൽക്കം ടു അനദർ സെഷൻ ഓഫ് നോ യുവർ കമ്പനി. ആദിത്യ വിഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കമ്പനിയെക്കുറിച്ചാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. 1999 ബീഹാറിലെ പട്ന ആസ്ഥാനമാക്കി ആരംഭിച്ച കമ്പനി ആദിത്യ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. കമ്പനിയുടെ പേര് കേൾക്കുമ്പോൾ ആദിത്യ ബിർള ഗ്രൂപ്പുമായി ബന്ധമുണ്ടോ എന്ന് തോന്നുമെങ്കിലും അത് വെറും മിഥ്യാധാരണയാണ്. പൊതുമേഖലാ ബാങ്കിൽ 20 വർഷത്തോളം സേവനമനുഷ്ഠിച്ച യശോവർദ്ധൻ സിൻഹ, സുനിത സിൻഹ എന്നിവർ ചേർന്നാണ് കമ്പനി സ്ഥാപിക്കുന്നത്. പിന്നീട് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് റീറ്റെയിൽ ബിസിനസ്സിൽ 19 വർഷത്തോളം അനുഭവ സമ്പത്തുള്ള നിശാന്ത് പ്രഭാകർ കൂടി കമ്പനിയുടെ ഭാഗമായി. 2005 അദ്ദേഹം കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. 2006 കമ്പനി പട്നയിൽ തന്നെ വിപുലീകരണം നടത്താൻ തുടങ്ങി. 2014 ആയപ്പോഴേക്കും പട്നയിൽ നിന്നും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തുടങ്ങി. ബിസിനസ് കരുത്താർജിച്ചതോടെ 2016 കമ്പനി വിപണിയിലേക്ക് എത്തുന്നത്. തുടർന്ന് ആദിത്യ വിഷൻ ലിമിറ്റഡായി മാറി. 2014-2021 കാലഘട്ടം ആയപ്പോഴേക്കും ബീഹാറിൽ 75 ഷോറൂമുകൾ ആരംഭിക്കാൻ സാധിച്ചു. പതിയെ ജാർഖണ്ഡ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലേക്കും ബിസിനസ് വിപുലീകരിച്ചു. 2024 ആയപ്പോഴേക്കും 155-ലധികം സ്ഥലങ്ങളിലായി 100-ലധികം ഷോറൂമുകൾ ആരംഭിക്കാൻ കമ്പനിക്ക് സാധിച്ചു. ഇന്ന് ജാർഖണ്ഡിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് റീറ്റെയിലറായി മാറാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. ബീഹാറിൽ ഈ സെഗ്മെന്റിൽ 50% വിപണി വിഹിതവും കമ്പനിക്കുണ്ട്. കമ്പനി 100ഓളം ബ്രാൻഡുകളിൽ നിന്നുമാണ് 85%-ഓളം വരുന്ന ഉൽപ്പന്നങ്ങളും ശേഖരിക്കുന്നത്. ഇനി കമ്പനിയുടെ ബിസിനസ് എങ്ങനെ പോകുന്നു എന്ന് നോക്കാം. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ കമ്പനിയുടെ വരുമാനം 36% സംയുക്ത വാർഷിക വളർച്ചയാണ് കൈവരിച്ചത്. ഇതേ കാലയളവിൽ സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് 15% കൈവരിച്ചു. എബിറ്റ മാർജിൻ 9% ആയിട്ടുണ്ട്. അതായത് 4 വർഷത്തിനിടെ 35% CAGR വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. പോയ സാമ്പത്തിക വർഷം 30 പുതിയ സ്റ്റോറുകൾ കൂട്ടിച്ചേർക്കാൻ സാധിച്ചു. 30% വളർച്ച വരുമാനത്തിലും റിപ്പോർട്ട് ചെയ്തു. ലാഭം വാർഷികാടിസ്ഥാനത്തിൽ 37% ഉയർന്നിട്ടുണ്ട്. ജൂൺ പാദത്തിലെ കണക്കുകൾ പരിശോധിച്ചാൽ ചില വെല്ലുവിളികൾ നേരിട്ടതായി കാണാം. പ്രത്യേകിച്ചും നേരത്തെ മൺസൂൺ ആരംഭിച്ചത് AC-യുടെ അടക്കമുള്ള പല ഉൽപ്പന്നങ്ങളുടെയും ഡിമാൻഡിൽ കുറവ് വരുത്തിയിരുന്നു. ഇതേ തുടർന്ന് ഈ പാദത്തിൽ സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് 4% കുറയുകയാണ് ചെയ്തത്. ഈ പാദത്തിൽ 4 പുതിയ സ്റ്റോറുകളാണ് കമ്പനി ആഡ് ചെയ്തത്. ഈ സാമ്പത്തിക വർഷം 25-30 സ്റ്റോറുകൾ ആഡ് ചെയ്യുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ വർഷത്തോടെ 200 സ്റ്റോറുകൾ ആക്കുക എന്നതാണ് കമ്പനിയുടെ ലക്ഷ്യം. വിപണിയിൽ എപ്പോഴാണ് എത്തിയത്? 2016 കമ്പനി ആദ്യമായി വിപണിയിലെത്തുന്നത്. SME കാറ്റഗറിയിലാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. പിന്നീട് 2021 ഓഹരി മെയിൻ ബോർഡിൽ ലിസ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു. SME ലിസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഓഹരി 15 രൂപ നിരക്കിലാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. തുടർന്ന് 2024 ആയപ്പോഴേക്കും ഓഹരി 4800 രൂപയ്ക്ക് മുകളിൽ എത്തിയിരുന്നു. പിന്നീട് കമ്പനി 1:10 എന്ന അനുപാതത്തിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തി. സ്പ്ലിറ്റിന് ശേഷമുള്ള ഓഹരിയുടെ പ്രകടനത്തിൽ വലിയ മുന്നേറ്റം കണ്ടിട്ടില്ല. ഈ വർഷം 16% ഇടിവാണ് ഓഹരിയിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇത് അവസരമാണ് എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇനി മറ്റു വിവരങ്ങൾ നോക്കാം. 5339 കോടി രൂപയാണ് കമ്പനിയുടെ വിപണി മൂലധനം. 414 രൂപയിലാണ് നിലവിൽ വ്യാപാരം ചെയ്യുന്നത്. സ്റ്റോക്കിന്റെ PE 49.6 ബുക്ക് വാല്യൂ 45.4. ഡിവിഡൻഡ് ഈൽഡ് 0.27% തുടരുന്നത്. ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ 0.82. പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് നോക്കുകയാണെങ്കിൽ 53% പ്രൊമോട്ടേഴ്സിന്റെ കൈവശം തന്നെയാണ് ഷെയർസ് ഉള്ളത്. ROC 19.1%, ROE 20.3%. 1 രൂപയാണ് കമ്പനിയുടെ ഫേസ് വാല്യൂ. ഇനി ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ കൂടി നോക്കാം. 17% വിദേശ നിക്ഷേപകർ കൈവശം വെച്ചിരിക്കുന്നത്. 9% DIAസും കൈവശം വെച്ചിട്ടുണ്ട്. ഇനി കമ്പനിയുടെ മറ്റ് പോസിറ്റീവ് ഫാക്ടേഴ്സ് കൂടി നോക്കാം. കഴിഞ്ഞ 5 വർഷത്തിനിടെ 50% പ്രോഫിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇനി വരുമാനം നോക്കുകയാണെങ്കിൽ മികച്ചതായി തുടർന്നിട്ടുണ്ട്.
റിട്ടേൺ ഓൺ ഇക്വിറ്റി കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ മികച്ചതായി തുടർന്നിട്ടുണ്ട്. ROE നോക്കുകയാണെങ്കിലും 26% രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ബുക്ക് വാല്യൂവിനേക്കാൾ 9 മടങ്ങ് അധികമായിട്ടാണ് സ്റ്റോക്ക് വ്യാപാരം ചെയ്യുന്നതെന്ന് റിസ്ക് ഉയർത്തുന്നുണ്ട്. മാത്രമല്ല പ്രൊമോട്ടർ ഹോൾഡിംഗ്സ് കഴിഞ്ഞ 3 വർഷത്തിനിടെ 20% കുറച്ചതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ അനലിസ്റ്റുകൾ ഓഹരിയിൽ പോസിറ്റീവായി തുടരുന്നു എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് കമ്പനി അവരുടെ പാദഫലങ്ങൾ പുറത്തുവിട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അനലിസ്റ്റുകൾ ഓഹരിക്ക് നല്ല മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. MK ഗ്ലോബൽ ഓഹരിക്ക് ബൈ ശുപാർശ നൽകുമ്പോൾ 550 രൂപയിലേക്ക് എത്തുമെന്ന് കരുതുന്നു. ICICI ബൈ ശുപാർശ നൽകുമ്പോൾ 450 രൂപയാണ് ടാർഗറ്റ് വില നൽകുന്നത്. ഓഹരിയുടെ വാല്യുവേഷൻ ആകർഷകമായി തുടരുന്നതിനാൽ നുവാമ, SBI സെക്യൂരിറ്റീസ് എന്നീ ബ്രോക്കറേജുകളും ഓഹരിക്ക് ബൈ ശുപാർശ നൽകുന്നു. നുവാമ ഓഹരിക്ക് 503 രൂപയിലേക്ക് എത്താൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ട്. ഇൻഡസ്ട്രി മൊത്തമായി സമ്മർദ്ദം നേരിടുന്ന സാഹചര്യത്തിലും കമ്പനി ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചുവെന്ന് അനലിസ്റ്റുകൾ കരുതുന്നു. പുതിയ സ്റ്റോറുകൾ ആരംഭിക്കുന്നതോടെ അടുത്ത 2 വർഷത്തിനുള്ളിൽ 20% വളർച്ച, ലാഭം, വരുമാനം എന്നിവയിൽ കൈവരിക്കാൻ സാധിക്കുമെന്നാണ് SBI സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകൾ പറയുന്നത്. ഈ മൾട്ടി ബാഗറുടെ ചാർട്ട് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ പറഞ്ഞ റിട്ടേൺ ഉള്ളതായി കാണില്ല. കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടന്നതിനാൽ പ്രൈസ് അഡ്ജസ്റ്റ് ആയതായി കാണാം. ഏതായാലും ഈ ഓഹരിയെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?